ഇറാന് സൈനിക സഹായം നൽകില്ല എന്ന് ചൈന പറഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ ട്രംപ് ചൈനയിൽ എത്തിയതിന്റെ ഭാഗമായിട്ടുള്ളത് കൂടിയാണ്. കൂടാതെ ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നത് തടയാനായിട്ട് ട്രംപും ഷിയും തീരുമാനിച്ചു എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥ വസ്തുത എന്താണ് സർ? ഇറാൻ ആണവായുധം കൈവെക്കണമെന്ന് തീരുമാനിക്കുന്നത് ചൈനയും അമേരിക്കയും കൂടെ ചേർന്നിട്ടാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്ന അയലത്തുകാർ രണ്ടുപേര് ചേർന്നിട്ടാണ്. അവരാ തീരുമാനിക്കുന്നത്. ഇറാനാണ് തീരുമാനിക്കുന്നത് അവർക്ക് ആണവായുധം വേണോ വേണ്ട എന്നുള്ളത്. ഇത്രയും വർഷങ്ങളായിട്ട് അവർ ചെയ്തല്ലോ അത്. അതിന്റെ സമ്പുഷ്ടീകരണവും നടത്തുന്നുണ്ട്. ലോകത്തെ രാജ്യങ്ങൾ മുഴുവൻ അവർക്കെതിരെ നിന്നിട്ടും അവർക്കെതിരെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് അവരത് ചെയ്യുന്നുണ്ട്. നമ്മുടെ തിണ്ണക്കിരുന്ന് കഴിക്കുമ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാ തീരുമാനിക്കുന്നത്, അല്ലേ? അതിനകത്തിലെ വേറെ ഒരു അപ്പുറത്തെ വീട്ടുകാരൻ കണ്ട് പോലീസുകാരെയും കൊണ്ട് വന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ഒരു ഫൈനൽ തീരുമാനം ഇറാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതിനകത്ത് സംശയമേ ഇല്ല കാര്യത്തില്. പിന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ ചൈനയെ ചെന്ന് ട്രംപ് ഇത്തരം കാര്യത്തിൽ സഹായം ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവരുടെ സംശയം ഇത്രയും ദിവസം ഫെബ്രുവരി 28 മുതൽ ഇറാന് നേരെ ആക്രമണം നടക്കുക, അല്ലെ? അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെ ആദ്യത്തെ ദിവസം തന്നെ തവിടുപൊടിയാക്കി ഭസ്മമാക്കി കളഞ്ഞു. എന്നിട്ട് അവരുടെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലകളെയും ആക്രമിച്ചു കഴിഞ്ഞിട്ടും ഈ യുറേനിയം എവിടെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്, സമ്പുഷ്ടീകരിക്കുന്ന പ്രോസസ്സും അത് സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ ഒരു ചാരക്കണ്ണനും കഴിയുന്നില്ല. അമേരിക്കയോടൊപ്പം പൊരുതുന്ന ഇസ്രായേലിന്റെ മൊസാദിനും അത് കണ്ടെത്താൻ കഴിയുന്നില്ല. ബാക്കി എല്ലാവരും കണ്ടെത്തുന്നുണ്ട്. പക്ഷെ യുറേനിയം ഡിപ്പോസിറ്റ് എവിടെയാണ്, അത് എവിടെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഒരുപാട് സമ്മർദ്ദങ്ങൾ നോക്കി. അതിനകത്തല്ല ഹോർമോസ് കടലിടുക്കിൽ പോയിട്ട് ഇപ്പോഴ് അത് അടച്ചിട്ടുണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾ കാവൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ആദ്യം സൈനികപരമായിട്ട് ശ്രമിച്ചു നോക്കി, പിന്നെ സാമ്പത്തികപരമായിട്ട് നോക്കി, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടും അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആ യുറേനിയം അവിടെ നിന്ന് മാറ്റിക്കണം. അത് ഇറാനിലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ബുദ്ധിമാന്മാരാരെങ്കിലും ചെയ്യുമോ? അവരുടെ ഏറ്റവും വലിയ നമ്മുടെ തുറുപ്പ് ചീട്ടാണ്. ആ തുറുപ്പ് ചീട്ടായ സാധനം അവരെവിടെ വളരെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരിക്കാം. ഒരു പക്ഷെങ്കിൽ അത് ഇറാനിൽ തന്നെ ഉണ്ടാകാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ടോ? മറ്റേതെങ്കിലും രാജ്യത്തിലായിരിക്കും. അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അവരത് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുള്ളൂ. നമ്മൾ കള്ളന്മാരെ പേടിച്ചിട്ട് നമ്മുടെ സ്വർണ്ണവും മറ്റു ആഭരണങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ പാത്ത് വെക്കുക, ഒളിപ്പിച്ചു വെക്കാന്നൊക്കെ പറയത്തില്ലേ? എന്ന് പറയുന്ന പോലെ തന്ത്രമാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ട്രംപിന്റെ സംശയം എന്ന് പറയുന്നത് ഇത് ചൈനയ്ക്ക് അറിയാമായിരിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ സംശയം. ഈ യുറേനിയം ഡെപ്പോസിറ്റ് ഇവരെവിടെയാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധ്യതയുണ്ട്. കാരണം ചൈന സഹായിക്കുന്നുണ്ടല്ലോ, ഒരു സത്യമാണ്. ചൈന ആയുധം കൊണ്ടും പിന്നെ മറ്റെല്ലാ പണം കൊണ്ടും ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ടാണ്, ഇറാന്റെ നിന്നുള്ള പിന്നെ ക്രൂഡ് വാങ്ങിക്കുന്നത് കൊണ്ടുള്ള തിരിച്ചുള്ള സഹായമാണ് അവിടെ നടക്കുന്നത്. അവിടെ മേജർ പോർഷൻ ക്രൂഡും വാങ്ങുന്നത് ചൈനയാണല്ലോ സർ. അപ്പോ ട്രംപ് ചെന്നിറങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു അത്ര വലിയ സ്വീകാര്യത ട്രംപിന് ഇത്തവണ കിട്ടിയിട്ടില്ല. അതായത് കിട്ടിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ട്രംപ് പോയതും ട്രംപ് ഉദ്ദേശിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ നടപ്പിലായിട്ടുണ്ടാകുമോ? ഞാൻ ചോദിക്കട്ടെ, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിറങ്ങിയാൽ ആരായിരിക്കും വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി പോകും, അല്ലേ? പ്രധാനമന്ത്രി പോകണം. അതാണ് അതിന്റെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പോകും. ഒരു കൈ കൊടുക്കലോ കെട്ടിപ്പിടിക്കലൊക്കെ നമ്മളുണ്ട്. അതാണ് രാജ്യ സൗഹൃദം എന്ന് പറയുന്നത്. ഒരു ലോക നേതാവിനെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളെ നമ്മൾ ആരാ സ്വീകരിക്കുന്നത്? നമ്മുടെ വീട്ടിലെ വേലക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതായിട്ടല്ല, കുടുംബനാഥൻ വേണം സ്വീകരിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച അമേരിക്കയിൽ ഇറങ്ങിയ പിന്നെ ചൈനയിൽ ഇറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാ സ്വീകരിച്ചത്? ഷീ വന്നിരുന്നോ? പ്രസിഡന്റ് വന്നില്ല. പ്രസിഡന്റ് അല്ല സ്വീകരിച്ചത്. നമ്മൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് എങ്ങനെയാണ്? മറ്റേതോ രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ ഒരു ഉദ്യോഗസ്ഥനോ അങ്ങനെ അത്തരത്തിൽ ഭരണതലത്തിൽ അങ്ങനെയൊക്കെയുള്ള ആരുമാണ് സ്വീകരിച്ചാണ്ട് കാണുന്നത്. ഷീ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്നതേ ഉള്ളൂ. അത് തന്നെ അപമാനകരമാണ്. ട്രംപ് അദ്ദേഹത്തിന് സ്വീകരിക്കാമെന്ന് വിമാനത്താവളം നിൽക്കുന്ന ആളിന് കൈ പോലും കൊടുക്കുന്നതായിട്ട്, കൈ നീട്ടുന്നതായിട്ട് പോലും കാണുന്നില്ല. അതോ അതിന് ശേഷം എടുത്ത ചിത്രമാണോ എന്ന് അറിഞ്ഞൂല.
ശരിക്കും ഒരു അപമാനിക്കൽ പോലെ തന്നെയായിരുന്നു അല്ലേ? ഒരു അപമാനിക്കലാണത്. അത് ചെയ്യരുത്. പിന്നെ അങ്ങനെയല്ല നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ചില പ്രോട്ടോകോളൊക്കെ ഉണ്ട്. അതുപോലും ചൈന പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രംപ് പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞില്ലയോ, അദ്ദേഹത്തെ പോലെ അസാധാരണമായ വ്യക്തിത്വം, ഷിയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. സാധാരണക്കാരനായ അതീതനായ വ്യക്തിത്വം എന്നാണ് സൂചിപ്പിച്ചത്. അത് ട്രംപിനറിയാം. ലോകത്തിന്റെ ഒരു വലിയ ഭരണാധികാരിയാണ്. ട്രംപിനെക്കാട്ടിൽ പവറും ഒക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളെ ചെങ്കോട്ട പൊളിച്ചു തരണം എന്നൊക്കെ പറഞ്ഞില്ലേ, ചൈന വൻമതിൽ പൊളിച്ചു തരണം, അതിനകത്തേക്ക് കടക്കണം, കാര്യങ്ങളൊക്കെ അറിയണം, നിങ്ങളെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടണം എന്നൊക്കെ പറഞ്ഞു. ചൈന ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ച ചോദ്യം ശരിയാണ്. കാര്യമായിട്ട് സ്വീകരണം ഉണ്ടായെന്ന്. പിന്നെ രണ്ടു കൂട്ടർക്കും കച്ചവടമുണ്ട്, അത് സത്യമാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ബിസിനസ് ഡീലുണ്ട് അവർക്ക് ആയുധ കച്ചവടമുണ്ട്, മറ്റ് തന്ത്രപ്രധാനമായ രാസവള മേഖലയിലുണ്ട്, അതേപോലെ തന്നെ ചില സോയാബീൻ അടക്കമുള്ള അത്തരമുള്ള കാര്യങ്ങൾ. കാരണം ചൈനയും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇന്ത്യയും ചൈനയും. അതുകൊണ്ടാണല്ലോ നമ്മളോട് ഇവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്തിനാണ്? അവിടെ ഏറ്റവും വലിയ വിപണിയാണിത് അല്ലേ? ഈ പറയുന്ന രാജ്യങ്ങളിലെ ഏറ്റവും വലിയ വിപണിയാണിത്. ജനസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് കൺസംഷൻ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്. ഇന്ത്യയും ചൈനയ്ക്കും ഈ ലോകരാജ്യങ്ങളോടൊക്കെ ആശ്രയത്വമുണ്ട്. അപ്പൊ സാധനം വിൽക്കണം അവർക്ക്. സാധനം വിൽക്കണമെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ബന്ധങ്ങൾ വേണം. അതുകൊണ്ട് വരുന്നതാണ് ഇതൊക്കെ. അല്ലാതെ അവരുടെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് വല്ലതും വരുന്നതാണ്. ചൈനക്കാരെ നന്നാക്കാൻ വേണ്ടി ഒന്നും വരുന്നതല്ലല്ലോ ട്രംപ്. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ബിസിനസ് അത് 2 മണിക്കൂറിലേറെ ചർച്ച നടന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. 2 മണിക്കൂറിലേറെ രണ്ടുപേരും അത്തരത്തിലുള്ള വലിയ വിശദമായ ചർച്ചകളും വലിയ കച്ചവടവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ആയുധ കച്ചവടം അടക്കമുള്ള കാര്യങ്ങളില് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരിപാടി അതാണല്ലോ. പക്ഷേ ആ ചർച്ചകൾക്കിടയിൽ പോലും ഷീ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷീ അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു കാര്യം അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തായ്ലൻഡിനെ തൊട്ട് കളിക്കരുത്. തായ്ലൻഡിൽ കയറി കളിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ ആ കളി മറ്റേ അവർ പറഞ്ഞ പോലെ, രേവന്ത് റെഡ്ഡി പറഞ്ഞതുപോലെ, ദിനേശ ആ കളി വേണ്ടെന്നാ പറഞ്ഞു. അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ തായ്ലൻഡ് നമുക്കറിയാം, ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് തൈവാനെ തൊട്ട് കളിക്കുക എന്നുള്ളത്, തൈവാനെ തൊട്ട് കയറി കളിക്കരുതെന്നുള്ളത്. അപ്പൊ അതിനകത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പൊ അവിടെ ഉദ്ദേശമുണ്ട്. അമേരിക്ക അവിടെ കയറി കളിക്കാനാണ്, തൈവാനിൽ കയറി തൊട്ട് അവർക്ക് കുറച്ച് ആയുധങ്ങളും കുറച്ച് പണവും ഒക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് തിരിച്ചു വിടാനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെയാണല്ലോ, ലോകത്ത് ആരുടെയിലും രാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ വിട്ടുകിടക്കുന്നതോ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലെങ്ങാണ് വല്ല ശ്രമം നടത്തി കഴിഞ്ഞാൽ അവിടെ കയറി ബദല് കളിക്കുക എന്നുള്ള പരിപാടി ട്രംപിന്റെ സ്ഥിരം പരിപാടിയാണ്. ഓരോ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അപ്പം റഷ്യയും നമുക്ക് ചൈനയും തൈവാനും തമ്മിലുള്ള നിലനിൽക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും അതിന്റെ മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ. അപ്പൊ തൈവാനെ സംബന്ധിച്ചിടത്തോളം തൈവാനിൽ അമേരിക്കൻ ഇന്റർവെൻഷൻ, അമേരിക്ക എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ചൈന ശക്തമായ മറുപടി കൊടുക്കും. അത് പറഞ്ഞു, കൃത്യമായിട്ടത് ഷീ പറഞ്ഞു എന്നാണ് പറയുന്നത്. തൈവാന് ആയുധങ്ങൾ കൊടുക്കാനോ പണം കൊടുക്കാനോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായ പ്രതികരണം ഉണ്ടാകും. ഒരു പക്ഷെങ്കില് അങ്ങനെ വല്ലതും ശ്രമിച്ചു കഴിഞ്ഞാൽ സൈനിക നടപടിക്ക് ഞങ്ങൾ മടിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ചൈന പോലെ രാജ്യം സൈനിക നടപടിക്ക് മടിക്കുകയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് കാര്യം മനസ്സിലായി. ഇതൊക്കെയാണ് ഇന്റേണൽ പ്രശ്നങ്ങൾ ഇതിനകത്ത്. നമ്മൾ പുറത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും വലിയ കച്ചവടവും നടക്കണം. രണ്ടും വേണം, 2 പരിപാടികൾ ഇതിനകത്ത് വേണം. അതുപോലെ തന്നെ മറ്റേ ഒരു കാര്യം പറഞ്ഞതാണ് ഹോർമൂസ് കടലിടുക്ക്. ഹോർമൂസ് കടലിടുക്ക് തുടക്കണമെന്നുള്ള രണ്ടുപേരുടെ ആവശ്യമാണ്. അത് പുള്ളിക്ക് മനസ്സിലായി, ട്രംപിന് മനസ്സിലായി. അവർക്ക് എന്തുകൊണ്ടാണ് വിജയിക്കാൻ പറ്റാതെ വരുന്നത്? ഇറാനെതിരെ പറഞ്ഞ ആയുധപരമായിട്ടും അല്ലെങ്കിൽ ഈ ഉപരോധം കൊണ്ടും ഇറാനെ ഒതുക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ചൈനയെ സഹായിക്കുന്നുണ്ട്. ചൈന അവരുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറുതെ ഇത്തരം 2 നേതാക്കന്മാർ വന്നിട്ട് പരസ്യ പ്രസ്താവന നടത്തി ചില പ്രഖ്യാപനങ്ങളും കടലാസുകളും ഒക്കെ ഇറക്കാമെന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഇത്തരം ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ ഒന്നും ഒരു തീരുമാനം ഉണ്ടാകത്തില്ല. അങ്ങനെ പറ്റുകയില്ല. അതിന്റെ ഏകോപനവും പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാളെ എയർപോർട്ടിൽ സ്വീകരിച്ചത് മുതൽ തന്നെ ചൈനയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ യുറേനിയം കണ്ടെത്തി ചുമ്മാ ഇങ്ങനെ ഒരു റിലീസ് ഇറക്കാം. യുറേനിയം കണ്ടെത്താൻ ഞങ്ങൾ 2 പേരും കൂടെ ധാരണയായി, ഹോർമോസ് കടലിൽ ഞങ്ങൾ തമ്മിൽ ധാരണയായി എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ഇറക്കാം. അതല്ലാതെ ബിസിനസ് ഡീൽ നടന്നു കാണും എന്നുള്ളതേ ഉള്ളൂ.
അല്ല പിന്നെ മറ്റ് ഒരു സാഹചര്യങ്ങളും അതിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല.